സുചേട്ടാ നമസ്കാരം. നമസ്കാരം. നീണ്ട 26 വർഷത്തിന് ശേഷം പഞ്ചാബിൽ BJP തങ്ങളുടെ പാർട്ടിയെ പൊളിച്ചു പണിയുന്നു, പുനർനിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. 2021 അതിന്റെ പറയാനായിട്ടുള്ള കാരണം കഴിഞ്ഞ ദിവസം സിവിക് പോൾസിന്റെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ റിസൾട്ടിൽ ആം ആദ്മി പാർട്ടി അവിടെ വലിയ നേട്ടമുണ്ടാക്കി എന്ന് പറയുമ്പോഴും ഈ റിസൾട്ടുകൾ 2027 BJPക്ക് പ്രതീക്ഷ നൽകുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ദേശീയ മാധ്യമങ്ങൾ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ്, ഡെക്കാൻ ക്രോണിക്കിൾസ്, ഹിന്ദുസ്ഥാൻ ടൈംസ് ഇതെല്ലാം ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം BJPയെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണാൻ പാടില്ല. ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ED പാർട്ടി ഇവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ BJP അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് എന്നാണ് ഇവർ അരവിന്ദ് കെജ്രിവാളിന് നിർദ്ദേശം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൂചന കൊടുക്കുന്നത്. 2021 വെറും 49 വാർഡുകൾ മാത്രം നേടിയ BJP ഈ വർഷം 170 വാർഡുകൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലും പഞ്ചാബിൽ BJPയുടെ ആദ്യത്തെ മേയർ വന്നിരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ ആദ്യത്തെ മേയറായി VV രാജേഷ് ചുമതലയേറ്റപ്പോൾ ഉണ്ടായ അതേ ആനന്ദവും അതേ ആഹ്ലാദവും തന്നെയാണ് BJPക്ക് പഞ്ചാബിൽ നിലവിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. BJP ഒരിക്കലും ഒറ്റയ്ക്ക് പഞ്ചാബ് ഭരിച്ചിട്ടില്ല. പക്ഷെ BJPക്ക് പഞ്ചാബിൽ ഇപ്പോൾ ഇതാ ഒറ്റയ്ക്ക് ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനെ കുറച്ച് കാണരുത് എന്നാണ് മാധ്യമങ്ങൾ ഇവർക്ക് പ്രധാനമായിട്ടും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ അബോഹർ എന്ന് പറയുന്നത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ്. 50 വാർഡുകളുണ്ട്. അവിടെ 28 വാർഡുകൾ BJP പിടിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇത് ചെറിയൊരു കോർപ്പറേഷൻ അല്ല. വലിയ തോതിലുള്ള കൃഷിയും ശക്തമായിട്ടുള്ള കാർഷിക സമ്പദ് വ്യവസ്ഥയും കാരണം പഞ്ചാബിന്റെ കാലിഫോർണിയ എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് അബോഹർ എന്ന് പറയുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള വീക്ഷണകോണുകളിൽ നിന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗര കേന്ദ്രങ്ങളിലൊന്നാണ് ഈ അബോഹർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രദേശത്താണ് BJP ഇപ്പോൾ അവരുടെ മേയറെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കെജ്രിവാൾ BJPയുടെ വിജയത്തെ കുറച്ച് കാണരുത് എന്നവർ കൃത്യമായിട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, BJP അവരുടെ പാർട്ടിയെ പൊളിച്ചു പണിയുമ്പോൾ ഹൗ എക്സ് കോൺഗ്രസ് ലീഡർ കേവൽ സിംഗ് ഡില്ലൻ emerged as BJP's top choice its പഞ്ചാബ് യൂണിറ്റ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. അവിടെയുള്ള എക്സ് കോൺഗ്രസ് ലീഡർ ആയിട്ടുള്ള കേവൽ സിംഗ് ഡില്ലൻ എന്ന് പറയുന്ന വ്യക്തി BJPയുടെ പഞ്ചാബിലെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റിരിക്കുന്നു എന്നുള്ളതാണ് അവർ എടുത്തു പറയുന്ന ഒരു കാര്യം. ഇതൊരു അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്നാണ് NDTV അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്. കാരണം പഞ്ചാബിലെ BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം അവിടെ വരുന്നത്. ജാട്ട് സിഖ് മുഖം, ഹിന്ദു ബന്ധം, ദളിത് സമൂഹ സമ്പർക്കം ഇതെല്ലാം വർദ്ധിപ്പിക്കാൻ ഈ ഒരു പുതിയ അധ്യക്ഷനെ കൊണ്ട് സാധിക്കുമെന്നാണ് അവർ നിരന്തരമായി പറയുന്നത്. കാരണം പഞ്ചാബിൽ BJP ഒരു ഹിന്ദു പാർട്ടിയാണെന്ന ധാരണ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വലിയ രാഷ്ട്രീയ ചുവടുവയ്പ്പിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കത്തെ കാണുന്നത് എന്നാണ് NDTV അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത്. ഈ പ്രാദേശികമായിട്ടുള്ള ഈ സന്തുലിതാവസ്ഥയിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഇപ്പോൾ നഗരത്തിന് പുറത്ത് ഗ്രാമങ്ങളിലേക്കും പാർട്ടി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് NDTV റിപ്പോർട്ട് ചെയ്യുന്നു. ഈ രാഷ്ട്രീയ തന്ത്രം അവർ പുനർനിർമ്മിക്കുമ്പോൾ കഴിഞ്ഞ 26 വർഷത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട ഒരു സംഘടനാ മാറ്റമാണ് വന്നിരിക്കുന്നത്. അവിടെയും പാർട്ടി പഞ്ചാബ് BJPയുടെ പ്രസിഡന്റായി സർദാർ കേവൽ സിംഗ് ദില്ലിനെ നിയമിക്കുമ്പോൾ പരമ്പരാഗത ഹിന്ദു വോട്ടർ അടിത്തറയ്ക്ക് അപ്പുറത്തേക്ക് തങ്ങളുടെ ആകർഷണം വികസിപ്പിക്കാനുള്ള പുതുക്കിയ ഒരു തന്ത്രത്തിന്റെ സൂചനയായിട്ട് വേണം കെജ്രിവാളെ ഈ സാധനം കാണാൻ. അത് കെജ്രിവാൾ വിചാരിക്കുന്നത് പോലെ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. BJP ഒരു ഹിന്ദു പാർട്ടിയാണ് എന്നാണ് ഇവർ പറയുന്നത്. ആ ധാരണ സിഖ് വോട്ടർമാർക്കിടയിലുണ്ട്. ആ സിഖ് വോട്ടർമാർക്കിടയിലുള്ള ആ ധാരണ തകർക്കാനും പ്രത്യേകിച്ച് സ്വാധീനമുള്ള ജാട്ട് സിഖ് സമൂഹത്തിൽ അതിന്റെ സ്വാധീനം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ ചുവടുവയ്പ്പാണെന്ന് പറയുന്നത്. അതായത് BJP അവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ബിജുചേട്ടാ, ഈ പഞ്ചാബ് ഈ പാകിസ്ഥാനുമായിട്ട് നിരന്തരം അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡ്രോണുകൾ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വന്നിരിക്കുന്നത്. അവിടെയാണ് ഡ്രോൺ തകർന്നു വീണ് പല ആൾക്കാർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള വാർത്ത പുറത്തു വന്നു. അപ്പൊ പഞ്ചാബ് BJPക്ക് പിടിക്കേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് പഞ്ചാബിൽ BJP ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇതൊരു നീക്കമാണ്. 2027 ഇതിന് എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമോ? എന്താണ് തോന്നുന്നത്? ഇതിനോടനുബന്ധിച്ച് 2 വാർത്തകളുണ്ട്. ഇന്നലെ ദില്ലിയിൽ നിന്ന് ഒരു 9 പേരെ പിടികൂടിയിരുന്നു. ഈ ദാവൂദിന്റെ സംഘത്തിൽപ്പെടുന്ന ഭീകരപ്രവർത്തനം നടത്താൻ. അവർക്ക് ആയുധങ്ങൾ വന്നത് പഞ്ചാബ് ബോർഡർ വഴി ഡ്രോണിലാണ് ആയുധങ്ങൾ വന്നത്. അതൊന്നാമത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. രണ്ടാമത് ഈ ഇലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2021 നടന്ന ഇലക്ഷൻ EVM-ൽ കൂടെ ആയിരുന്നു. ഇപ്പോൾ നടന്ന ഇലക്ഷൻ ബാലറ്റ് പേപ്പറിൽ കൂടെ നടന്നത്. ബാലറ്റ് പേപ്പറിൽ കൂടെ നടന്നപ്പോൾ എല്ലാവരും സാധാരണ ഈ കോൺഗ്രസ് ആയാലും സുഡാപ്പികൾ എപ്പോഴും പറഞ്ഞില്ല ബാലറ്റ് പേപ്പർ നടത്തല. ബാലറ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നരേന്ദ്രമോദി കയറിയതിനു ശേഷം പലയിടത്തും ബാലറ്റ് പേപ്പർ നടന്നായിരുന്നു. നിയമസഭയല്ല ഞാൻ പറഞ്ഞത്, ഈ സിവിക് പോൾസ് പലതും നടന്നിരുന്നു. അവിടെ എല്ലാം BJP കയറിയിരിക്കുന്നത് ബാലറ്റിൽ. അപ്പോ പണ്ട് ബാലറ്റ് പേപ്പർ പിടിച്ചു വെച്ചിട്ടൊക്കെ കള്ളവോട്ട് ചെയ്തത് ഇപ്പൊ ആ സിസ്റ്റം ഒന്നും നടക്കത്തില്ല. വലിയ പാടാ. ബംഗാളിലോ എല്ലാം നടന്നേ ഉള്ളൂ, ഇനി ബംഗാളിലും നടക്കത്തില്ല. അപ്പം ഇങ്ങനെ ഒരു കാര്യത്തിലാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ചക്ക് മുമ്പ് പഞ്ചാബിലെ BJPയുടെ സോഷ്യൽ എഞ്ചിനീയർ, അന്ന് ഈ സിവിക് പോൾ റിസൾട്ട് വന്നിട്ടില്ല,
വരുന്നതിന് മുമ്പ് നമ്മൾ പഞ്ചാബിൽ എന്താണ് BJP ചെയ്യുന്നുള്ള സമഗ്രമായിട്ട് നമ്മൾ രണ്ടും കൂടി ഇരുന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 5 ദിവസം പോലും ആയിട്ടില്ലെന്ന് തോന്നുന്നത് പഞ്ചാബിൽ അത് ചെയ്തു. അവിടെ അവർ ആദ്യം പഞ്ചാബിൽ BJP അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം അവർക്കൊരു മുഖമില്ല എന്നുള്ളതാണ്. അവരതിന് ക്യാപ്റ്റൻ അമരേന്ദ്ര സിംഗിനെയൊക്കെ കൊണ്ടുവന്നു, ഇടക്കാലത്ത് സിദ്ധുവിനെ കൊണ്ടുവന്നു, പിന്നെ സിദ്ധു നേരെ കോൺഗ്രസിലോട്ട് പോയി. അതായത് അമരേന്ദ്ര സിംഗിനെ കൊണ്ടുവന്നു. അമരേന്ദ്ര സിംഗിന് പ്രായം ആയി, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഏജ്ഡ്, അവരും MP വയ്യാതെ വന്നു. അപ്പൊ അങ്ങനെ അതങ്ങ് പോയി. അതിനുശേഷമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാഘവ് ചദ്ദയും ഹർഭജൻ സിംഗും ടീമും എല്ലാം കൂടെ വരുന്നത്. അവിടുന്ന് ഒരു 7 MP ചാടി ഇങ്ങ് വന്നു. അവരും ഉണ്ടെങ്കിൽ പോലും ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന് അവർ പറ്റില്ല. രാഘവ് ചദ്ദ നമുക്ക് ഉയർത്തി കാണിക്കാൻ പറ്റും, നല്ലൊരു CM ആയിട്ട് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു മുഖമാണ്, നല്ലൊരു വ്യക്തിത്വമാണെങ്കിൽ. പക്ഷെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് അത് പോരാ. അതുകൊണ്ട് ഹരിയാന മോഡൽ പരീക്ഷിക്കാനാണ് പഞ്ചാബിൽ BJP ശ്രമിച്ചത്. ഈ ധനുഷ് നേരത്തെ പറഞ്ഞ കാര്യം ശരിയാണ്. ഈ സിഖ് വോട്ടർമാരെ കണ്ടില്ലെന്നടിച്ച് അവിടെ പോകാൻ കഴിയില്ല. അപ്പൊ എന്ത് വരും, സിഖ് വോട്ടർമാരെ പിടിച്ചെടുക്കുക എന്നുള്ളതും റിസ്ക് ആണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് സിഖ് ഇതര വോട്ടുകളെ ഏകീകരിക്കാനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഹരിയാന മുഖ്യമന്ത്രി നവാബ് സിംഗ് സൈനിയെ BJP അവിടെ ഇറക്കി. കഴിഞ്ഞ 7 മാസത്തിനുള്ളിൽ 70 മീറ്റിംഗ് ആണ് സൈനി പഞ്ചാബിൽ നടത്തിയത്. സൈനിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനി OBC സിഖുകാരനാണ്. ഈ ദില്ല് എന്ന് പറയുന്ന മുന്നോക്ക സിഖുകാരൻ. ഈ സിഖുകാരിൽ ദളിതരും മുന്നോക്കവും പിന്നോക്കം എല്ലാം ഉണ്ട്. നമ്മൾ ഈ സിഖ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞ ഹിന്ദുവിനകത്ത് ഒരുപാട് ജാതികളില്ലേ. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനിയാണോ ഉള്ളത്, മുസ്ലിം എന്ന് പറഞ്ഞ ഒരു മുസ്ലിമും അല്ല, അതുപോലെ സിഖ് എന്ന് പറഞ്ഞ ഒരു സിഖും അല്ല. അപ്പൊ സൈനിയുടെ അമ്മ പഞ്ചാബിയാണ്. സൈനി ജനിച്ചതും വളർന്നതും പഠിച്ചതും വളർന്നതും എല്ലാം പൊളിറ്റിക്സും എല്ലാം പഞ്ചാബിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹം ഈ സൈനി പഞ്ചാബിൽ വരുന്ന സമയത്തൊക്കെ കാവി തലക്കെട്ടാണ്, ഈ പഞ്ചാബികളുടെ തലക്കെട്ടുണ്ടല്ലോ ടർബൻ, അത് കാവി കളറിലെ തുണി കൊണ്ടാണ് അദ്ദേഹം കെട്ടുന്നത്. അദ്ദേഹം സുവർണ ക്ഷേത്രത്തിൽ പോകും. അപ്പൊ അദ്ദേഹം ഏറ്റവും പതിപ്പിക്കുന്നത് SC വിഭാഗങ്ങളുടെ യോഗങ്ങൾ, OBCയുടെ യോഗങ്ങൾ, ഇതിലെല്ലാം നിരന്തരം ഇദ്ദേഹം പങ്കെടുക്കുകയാണ്. അതായത് 7 മാസത്തിനിടയ്ക്ക് ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി മറ്റൊരു സംസ്ഥാനത്ത് വന്നിട്ട് 70 മീറ്റിംഗിൽ, ഒരു മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം, 70 മീറ്റിംഗിൽ പങ്കെടുക്കുക എന്നുള്ള ചെറിയ കാര്യമല്ല. നമ്മൾ ഈ BJPയുടെ ഒരു രീതി കണ്ടു വന്നു കഴിഞ്ഞാൽ അവർക്ക് ദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാർക്ക് ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കാറുണ്ട് അവർ. അതായത് ഇത്തവണത്തെ ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യമായ ആകർഷണ കേന്ദ്രം യോഗിയായിരുന്നു. യോഗി മോഡലാണ്. അവിടെ സുവേന്ദു അധികാരി പോലും പരസ്യമായി പറയുകയും യോഗിയെ കാണുമ്പോൾ സുവേന്ദു അധികാരി ചെരുപ്പൊക്കെ അഴിച്ചിട്ട് കാല് വന്ദിക്കുകയും, എനിക്ക് തോന്നുന്നു മോദിയും അമിത്ഷായും വന്നപ്പോൾ പോലും അത്രയും ഒരു വികാര സീനൊന്നും നമ്മൾ കണ്ടില്ല. പക്ഷെ യോഗി വരുമ്പോൾ അത് കാണുന്നുണ്ട്. യോഗി ബാബയുടെ സഹോദരനാണ് താനെന്നാണ് സുവേന്ദു അധികാരി പലയിടത്തും പറഞ്ഞുകൊണ്ട് നടന്നത്. അപ്പം ആ ഒരു മേഖല വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അവർ ഹിമന്ത് ബിശ്വ ശർമ്മയെ കൊണ്ടാണ് പിടിച്ചെടുക്കുന്നത്. ബംഗാള് വന്നു. അതേപോലെ തന്നെ പഞ്ചാബിലേക്ക് അവരെത്തുമ്പോൾ അവിടെ ഈ ദൗത്യം അവർ ഏൽപ്പിച്ചിരിക്കുന്നത് സൈനിയാണ്. അതായത് 31% സിഖുകാരുണ്ട്, 32% OBC ഉണ്ട്, സിഖ് ഇതര OBC ഉണ്ട്. ഒപ്പം തന്നെ അത്രയും ശതമാനം ദളിതരുണ്ട്. ഇതിനകത്തൊക്കെ ഈ OBCയിലും സിഖുകാരുണ്ട്. പറഞ്ഞ പോലെ ഇവിടെ ഇപ്പുറത്തെ സൈഡിലാണെന്ന് പറയുന്നത് ദളിതിലുമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല മുമ്പ് ഞാൻ പറഞ്ഞ കണക്ക് BSP എന്ന് പറയുന്ന പാർട്ടി എന്ന് രൂപപ്പെട്ടത് പഞ്ചാബിലാണ്, മായാവതിയുടെ. അപ്പൊ അവർ ഇത്രയും സീറ്റ് നേടിയിട്ടുണ്ട്. ഈ സിവിക് ബോർഡിൽ അവരെങ്ങാണ്ട് 6-7 സീറ്റ് നേടിയിട്ടുണ്ട് BSP. അപ്പം അവരുമുണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുന്നു. മറ്റേ ഈ 31 എന്ന് പറയുമ്പോൾ സിഖുകാരുണ്ട്, അതിൽ സവർണ സിഖും ഒപ്പം തന്നെ സവർണ കുറെ ഹിന്ദുക്കളും അതിനകത്തുണ്ട്. ഏതാണ്ട് ഒരു 6-7% ഹിന്ദുക്കളുമുണ്ട്, സവർണ ഹിന്ദുക്കളും ഉള്ളൊരു സ്ഥലമാണ് പഞ്ചാബ്. അപ്പൊ സിഖുകാരില്ലെങ്കിലും അവിടെ അധികാരം പിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ഹരിയാന കണ്ടതാണ്, ജാട്ടുകൾക്ക് അപ്രമാദിത്യമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ ജാട്ട് ഇതര സമുദായങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിഞ്ഞാണ് BJPക്ക് ഈസിയായിട്ട് ജയിച്ചു കയറാൻ കഴിയും. അതിന്റെ ഒരു മെത്തേഡ് അവർ ഇവിടെ കൊണ്ടുവരുന്നു. പക്ഷെ ഇവിടെ അവർ കൃത്യമായ ഒരു ഇതുണ്ട്. ഒരു ഭാഗത്ത് അവർ ദില്ലിനെ ഇറക്കി വിട്ടുകൊണ്ട് ഈ സിഖ് മുഖം ഇറക്കി വിടുന്നു, പ്യൂർ സിഖിനെ ഇറക്കി വിട്ടുകൊണ്ട് സിഖുകളുടെ ഇടയിലേക്ക് അതിനെ പ്രവർത്തിപ്പിക്കുന്നു. മറുഭാഗത്ത് സൈന്യം ഇറക്കി വിട്ടുണ്ട്. ആ രീതിയിൽ പോകുന്നു. ഇനി യൂത്തിനെ മറ്റും ആകർഷിക്കാൻ രാഘവ് ചദ്ദയെ പോലെയുള്ള ആളുകളെ അതിനു വേണ്ടി ഇറക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം, BJPക്ക് എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഇത്രയും നേട്ടം ഉണ്ടായെന്ന് വെച്ചാൽ അതിന് ഒരു റീസൺ ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന റീസൺ തന്നെയാണ്. അവിടെ കോൺഗ്രസ് ചിഹ്ന ഭിന്നമെന്നല്ല, കോൺഗ്രസ് ശക്തമാണ് പഞ്ചാബിൽ. ഞാൻ 2022 പഞ്ചാബിൽ പോയിട്ടുണ്ട്. സ്ട്രോങ് ആണ്, കോൺഗ്രസിനോട് ഭയങ്കര സ്നേഹമാണ് അവർക്ക്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് 2 ഗ്രൂപ്പ് വെച്ചുണ്ട്. ഒരു നേതാവിന് ഇവിടെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, അവിടെ 2 ഗ്രൂപ്പാണ്. രാവിലെ ഒരു ഗ്രൂപ്പ്, ഉച്ചയ്ക്ക് വേറൊരു ഗ്രൂപ്പ്. ഇങ്ങനെ ഗ്രൂപ്പിസും തമ്മിത്തല്ലുമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ കോൺഗ്രസിനെ അവർ പരീക്ഷിച്ച് മടുത്തു. ഒരു കാലത്ത് സോണിയാഗാന്ധി പോലും പറഞ്ഞത് പഞ്ചാബ് കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ട എന്നാണ് പറഞ്ഞിരുന്നത്. അതൊക്കെ പോയി, ആ കാലം പോയി. അങ്ങനെ ജനം വെറുത്തിരുന്നപ്പോഴാണ് ഈ ആം ആദ്മി വരുന്നത്. ആം ആദ്മി വരുന്നതിന് കാരണം കുറെ ഖാലിസ്ഥാനി പിന്തുണ ആ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അഭ്യാസ പ്രകടനങ്ങൾ, സൗജന്യ വൈദ്യുതി, വെള്ളം, മറ്റേത് മറിച്ചത്, അതൊക്കെ പറഞ്ഞു വന്നിട്ട് പുള്ളിയുടെ ഒരു ഉടായ്പ പണിയുണ്ടല്ലോ, അതൊക്കെ കൊണ്ടാണ് വന്നത്. പക്ഷെ ഇപ്പോഴും അതിനെ ഒരു മടുത്തു തുടങ്ങിയിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് ആം ആദ്മിക്ക് ഇത്തരം സീറ്റുകൾ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സ്വാഭാവികമായി കോൺഗ്രസിനോട് എതിർപ്പുള്ളവരാണ് വന്നത്. ഇവിടെയാണ് ബി ജെ പിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. ബി ജെ പി ഇത്തവണ അവിടെ ഭരണം പിടിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം ഇനി ഒരു 10 മാസം കൂടെ ഉണ്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ. 2027 മാർച്ചിൽ ആണ് അവിടെയും യു പിയിലും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉത്തരാഖണ്ഡിലുമൊക്കെ തെരഞ്ഞെടുപ്പ്, ഹിമാചൽ പ്രദേശ്, ഇവിടെ എല്ലാം നടക്കുന്ന സമയമാണത്. അപ്പോ തെലങ്കാന, 5 സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയം വരുമ്പോൾ എന്ത് മാജിക് ഇവിടെ നടക്കും എന്നുള്ളത്. പക്ഷെ അവിടുത്തെ ജനം ഒരു ചേഞ്ചിന് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ജനം ഒരു ചേഞ്ചിന് ആഗ്രഹിക്കും. അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൂത്ത് കമ്മിറ്റികൾ. അത് 2016 അവിടെ ഈ ഇലക്ഷന് മത്സരിക്കുന്ന ബി ജെ പി 2016 2022 ഒക്കെ അമിത്ഷാ അവിടുത്തെ ബി ജെ പി നേതൃത്വത്തിന് കൊടുത്ത ഒരു ലക്ഷ്യം, നിങ്ങൾ ഇലക്ഷൻ ജയിക്കാനൊന്നും വേണ്ടി ഇവിടെ ആരും മത്സരിക്കേണ്ട, പകരം നിങ്ങൾ ഇലക്ഷൻ വർക്ക് നടത്തിക്കോളൂ, എന്നിട്ട് നിങ്ങൾ മാക്സിമം ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുക, മാക്സിമം പാർട്ടിയെ കൊണ്ടുവരിക. അവരുടെ എന്ന് പറഞ്ഞാൽ ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണമൊന്നും വേണ്ടായിരുന്നു. അതിന്റെ ഒരു രീതിയൊന്നും ഇല്ല അവിടെ. കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട്, എന്നാൽ അവർ ശക്തമായിട്ടുള്ളത് ജയിക്കും എന്നുള്ളത് നല്ല മത്സരവും, ബാക്കിയുള്ള മത്സരമില്ല. അതിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം മാക്സിമം ആ മണ്ഡലത്തിൽ ബൂത്തുകൾ ഉണ്ടാക്കുക, ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അത് ഏറെക്കുറെയൊക്കെ വന്നു. പക്ഷെ അപ്പോഴും ഈ ധനുഷ് പറഞ്ഞതൊക്കെ അവിടെ സിഖ് മുഖം ഇല്ലെങ്കിൽ വലിയ പാടാം. ഇത് എല്ലാം ക്ലബ് ബീച്ച് കൊണ്ടുപോകല്ല. നമ്മളിപ്പം മതേതരം എന്ന് പറഞ്ഞിട്ട് വോട്ട് കിട്ടത്തില്ല, എങ്ങും കിട്ടത്തില്ല. അതിന് എല്ലാവരും ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ദില്ലി അത്യാവശ്യം നല്ല കഴിവുള്ള ഒരാളാണ്, പഴയ കോൺഗ്രസിന്റെ ലീഡറാണ്, അത്യാവശ്യം പണി മുഴുവൻ അറിയാം, പൊളിറ്റിക്സിൽ പണി മുഴുവൻ അറിയാം. സൈനിയെ സംബന്ധിച്ച് സൈനി ഹരിയാന ചെയ്തിരിക്കുന്ന വികസനങ്ങൾ അതൊക്കെ വലിയ ചർച്ചയാണ്. ഇത് അടുത്തടുത്ത് കിടക്കുന്നതാണ്. രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളുണ്ട്, 2 സംസ്ഥാനത്തും ബന്ധുക്കളുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും യാത്ര ചെയ്യുന്നതാണ്. എല്ലാവർക്കും അങ്ങോട്ട്, അതായത് അവിടെ ഒരു സുപരിചിതമാണ്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ പോകുന്നു എന്ന് പറയുന്നത് പോലെ അല്ല അത്. നമ്മൾ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം തുറന്നു കിടക്കുക. രണ്ടും ഒരു സംസ്ഥാനത്തിന്റെ 2 ഭാഗം, 2 കൂട്ടർക്കും കൂടെ ഒരു ചണ്ഡീഗഡ് അല്ലേ തലസ്ഥാനമായിട്ടും വരുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അത് ഇവിടെ നടക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരത്ത് വികസന പ്രവർത്തനം, കോർപ്പറേഷന്റെ വികസന പ്രവർത്തനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വെഞ്ഞാറമൂടിലോ ഇല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ബോർഡറിലോ എവിടെങ്കിലും അതിന്റെ അലവിലികൾ വരുമല്ലോ. സ്വാഭാവികമായിട്ടും വി രാജേഷിന് നിന്നിട്ട് വലുതായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതേ നോക്ക്, ഇന്നിടത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിരുവനന്തപുരം ജില്ലയുടെ ബോർഡറിൽ കിടക്കുന്നത്, അത് കോർപ്പറേഷനോട്ട് ബന്ധമില്ലാത്തവരാണെങ്കിലും പെട്ടെന്ന് അവനത് ആക്സസ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ ഹരിയാന കേസ്. അവിടെ അവരുടെ ഒരു വർക്ക് വളരെ രീതിയിൽ. പിന്നെ RSS നേരത്തെ മുതൽ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഗണ്ണ് കൊടുത്തിട്ട് ശാഖ നടത്തിയിട്ടുള്ള സ്ഥലമാണ്. കാരണം RSSന്റെ സ്വയം സേവകരൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു ഇടം കൂടിയാണ് പഞ്ചാബ്. അപ്പോൾ അവിടെ നിന്ന് ശിവസേന അങ്ങനെയുള്ള ഒരു പാർട്ടികളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രതിപക്ഷത്തെത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ ഉണ്ട്. ശിരോമണി അകാലിദൾ. ഈ ശിരോമണി അകാലിദളായിരുന്നല്ലോ BJPയുടെ അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി. സത്യത്തിൽ BJPക്ക് അവിടെ പണ്ട് സ്ട്രോങ് ഒന്നുമില്ല. ശിരോമണി അകാലിദൾ നിൽക്കും. അന്നല്ല, ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ്, അന്നത്തെ ട്രെൻഡും അതൊക്കെ തന്നെയാണ്, മുന്നണി രൂപീകരിക്കുക എന്നുള്ളതാണ് ട്രെൻഡ്. ഇന്നിപ്പോ BJP പതുക്കെ ആ സിസ്റ്റം അങ്ങ് മാറ്റിക്കൊണ്ടിരിക്കുക. ഒറ്റയ്ക്ക് എല്ലായിടും അവർ ഒറ്റയ്ക്ക് മത്സരിക്കുക. എന്നാൽ അവർ അല്പം ദുർബലമായെടുത്ത് അവർ എന്ത് പണിയെടുത്തിട്ടും ഈ മുന്നണി കയറി പറ്റും. മുന്നണി രൂപീകരിക്കുക എന്നുള്ളതാണ്. ചെറിയൊരാളാണെങ്കിലും അതിൻ്റെതായ ഗുണം ഉണ്ടാകുമല്ലോ എന്ന് കരുതി. അങ്ങനെ ശിരോമണി അകാലിദളുമായിട്ട് ഒരു 10 കൊല്ലം അവിടെ ഭരിച്ചിട്ടുണ്ട്. അത് BJPക്ക് വലിയ റോളൊന്നുമില്ല. 6 MLA-മാരോ എന്നുണ്ടായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ ഇത്തവണ ശിരോമണി അകാലിദളിൽ ഭയങ്കര നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സിരിപ്പോൾ ഇലക്ഷൻ. ശിരോമണി അകാലിദളിലെ പ്ലസ് BJP സീറ്റുകൾ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കോൺഗ്രസിന് സീറ്റിനേക്കാൾ മുകളിലാണ്. ഇനി ഇത് കൂടാതെ ധനുഷ് അവിടെ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ് കൂടെ ഉണ്ട്. സ്വതന്ത്രന്മാർ ജയിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വതന്ത്രന്മാർ ജയിച്ചിട്ടുണ്ട്. അതായത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന സ്വതന്ത്രന്മാരാണ്. കോൺഗ്രസുമായിട്ട് വലിയ സീറ്റിന് വ്യത്യാസം ഇല്ല അവർക്ക്. അപ്പം അതിനർത്ഥം എന്താണ്? അവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അവിടെ ഈ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ശിരോമണി അകാലിദൾ BJP സ്വന്തന്മാർ ഇത്രയും പേരുടെ സീറ്റ് കൂട്ടി നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്നവരാ. 2ാം സ്ഥാനം എന്ന് പറഞ്ഞാൽ ആം ആദ്മിയായിട്ട് വലിയ വ്യത്യാസമില്ല. അങ്ങനെ ഒരു അതിന്റെ അർത്ഥം അവിടുത്തെ ജനം വലിയ രീതിയിൽ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു, ഒരു ചേഞ്ച് അവർ ആഗ്രഹിക്കുന്നുള്ളതാണ്. ഇനി ഭാവി ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ശിരോമണി അകാലിദളുമായിട്ട് BJP ഒരു അണ്ടർസ്റ്റാൻഡിലേക്ക് പോകാമെങ്കിൽ ഒരുപക്ഷെ ഭരണം കിട്ടാൻ, കാരണം ഞാൻ പറഞ്ഞു, ഞാൻ 2022 അവിടെ ഇലക്ഷൻ കവറേജിന് പോയതാ, ഇതിന്റെ ഇലക്ഷൻ റിപ്പോർട്ട്. അന്ന് ചെല്ലുമ്പോൾ ഈ ശിരോമണി അകാലിദൾ എന്ന് പറഞ്ഞ ജനം തെറിവിളിക്കുമായിരുന്നു. BJP എന്ന് പറഞ്ഞാൽ പലർക്കും പുച്ഛമായിരുന്നു, അറിയത്ത് പോലും ഇല്ലായിരുന്നു. അവിടെ കോൺഗ്രസ് ആം ആദ്മിയായിരുന്നു. അപ്പൊ ശിരോമണി അകാലിദൾ അവിടെ ഉള്ള പാർട്ടി നമ്മുടെ കേരളത്തിലെ കമ്മികളെ കമ്മികൾ ഇപ്പൊ തോറ്റെന്ന് പറഞ്ഞാൽ അവന്മാർ ഇവിടെ ഉണ്ട്. അവന്മാർ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജനം ഇവിടെ വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ലെന്ന് കരുതുക, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാത്രമേ ഉള്ളെങ്കിൽ ജനം എന്ത് പറ്റും? ശരി, ഇവന്മാർ വരട്ടെ എന്ന് കരുതുന്ന ഒരു സാധനമില്ലേ, മാറ്റി കുത്തും. അതേപോലെയാണ് ശിരോമണി അകാലിദളുണ്ട്. പിന്നെ ശിരോമണി അകാലിദളും പഴയ ശിരോമണി അകാലിദളല്ല, പോയി മൊത്തം പഴയ പ്രതാപങ്ങളും കാര്യങ്ങളും ഒക്കെ പോയി, ബാദലും ഗീതലും ഇതെല്ലാം പോയി, മക്കളും ഒക്കെ ഒരു വഴിക്കായി. ഇപ്പൊ കുറെ സമാധാനത്തില. അഴിമതി പോകാൻ ഭരണമില്ലായിരുന്നല്ലോ.
എന്നോ പോയ ഭരണം. നേരത്തെ ഇവര് NDA ചേർന്ന് ഭരിച്ചിരുന്ന സമയത്ത് ഏറ്റവും മോശപ്പെട്ട ഭരണം വലിയ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുടെ ഭരണം ലോകത്ത് എവിടെങ്കിലും. കേരളത്തിൽ അതെല്ലാം നടന്നത്. അച്ഛനും മോളും എല്ലാവരും കയറിയിരുന്നില്ല ഭരിച്ചത്. കർത്തയുടെ കയറുന്നത് പണം മേടിച്ച്. അത് പിന്നെ കുറച്ച് മര്യാദ ഉണ്ടെന്ന് പറയാം. അവിടെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുമോനായിരുന്നു അവിടുത്തെ ഈ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ തലപ്പത്തോട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മരുമോനാണ് അവിടുത്തെ DGP ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെ പോലീസിന്റെ തലപ്പത്ത് ഒരു മരുമോൻ. ഇത് കുടുംബമാണ്. കുടുംബത്തിൽ ഇരുന്നിട്ട് ഇവര് അച്ഛനും മക്കളും മരുമക്കളും എല്ലാം ആണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്, ബസ് ഓടണോ വേണ്ടതെന്ന്. ആ സമയത്താണ് പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് മാഫിയ വളർന്നതും. ഡ്രഗ്സിന്, അതായത് ഇയാൾ എന്ത് പറ്റും, ഈ ഭരണപരാജയം മറക്കാൻ വേണ്ടിയിട്ട് യുവാക്കളായിരിക്കുമല്ലോ എപ്പോഴും ഈ ഭരണത്തിനെതിരെ വരുന്നത്. അത് മറക്കാൻ വേണ്ടിയിട്ട് യുവാക്കൾ കാണിക്കുന്ന എല്ലാ വൃത്തിയോടും കണ്ണടച്ചു. കൊലപാതകമായാലും ഡ്രഗ്സ് കണ്ണടച്ചു. അതിന്റെ ഫലമാണ് ഇന്നത് ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പായി തുടങ്ങിയിരുന്നു. പിന്നെ കോൺഗ്രസോട് വന്നപ്പോൾ അതിനെ കുറച്ചുകൂടെ ഉത്തേജിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ. ഏതായാലും BJP ഇപ്പോൾ നിലവിൽ പറയുന്ന അവർ ശിരോമണി അകാലിദളുള്ള ആരുമായിട്ടോ കൂട്ടുകൂടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പക്ഷേ ഇലക്ഷനും അവരങ്ങനെ കൂട്ടുകൂടി മത്സരിക്കാൻ സാധ്യതയില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ചിലപ്പോൾ ജോയിന്റ് ആയിട്ട് ഇവര് ഭരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. മറ്റു സംസ്ഥാനങ്ങളെ പോലെ അല്ല. കോൺഗ്രസ് 2ാം സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ പകുതി പിളർത്തിക്കൊണ്ട് BJPക്ക് വേറെ ഏതെങ്കിലും ഒരു സഖ്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് ചേർന്ന് ഭരിക്കാൻ പറ്റും. കാരണം 117 സീറ്റേ ഉള്ളൂ അവിടെ. 117 സീറ്റേ ഉള്ളൂ. ഇതിനകത്ത് ഏതാണ്ട് ഒരു 60 സീറ്റ് പിടിക്കാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഭരിക്കാൻ പറ്റും. 60 സീറ്റ് വേണ്ട, ഏതാണ്ട് ഒരു 50 സീറ്റ് 55 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ വരും. 60 സീറ്റ് കൂട്ടിക്കും വരും. ഈ കോൺഗ്രസ് 2ാം സ്ഥാനത്ത് വരികയാണെന്നുണ്ടെങ്കിൽ BJP 101% ഉറപ്പ് അതിനെ നെടുക പുലർത്തുകയോ പൂർണ്ണമായി വിഴുങ്ങുകയോ ചെയ്യും. ഇനി കോൺഗ്രസ് ആണ് അറ്റപ്പറ്റ ഭരിക്കാനായി നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ആം ആദ്മി കുറെ MLA-മാരുണ്ടാവുമല്ലോ, അവരപ്പാടെ ചാടിക്കും. കാരണം നിലവിൽ ഇപ്പോൾ ഈ ആം ആദ്മിന്ന് വന്ന 6 MPമാരാണ് BJPയിലുള്ളത്. ഹർഭജൻ സിംഗ്, രാഘവ് ചദ്ദയൊക്കെ. അവന്മാര് ഇവന്മാരെ പുലർത്തും. BJP എന്തായാലും ഭരണപക്ഷത്തുണ്ടാവും. BJP ഒറ്റയ്ക്ക് ഭരിക്കുമോ കൂട്ടായി ഭരിക്കുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പറയാൻ പറ്റും. അവരെന്തായാലും അവിടെ ഒരു വലിയ ഓപ്പറേഷൻ നടത്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അവരെ ഏകദേശം അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഒരു കുറച്ച് സീറ്റ്, ഒരു 10-20 സീറ്റ് അവർക്ക് കിട്ടുകയും ഭരിക്കാൻ ഒരു 40 സീറ്റിന്റെ കുറവുണ്ടാകുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് ആം ആദ്മി നിന്നും കോൺഗ്രസിൽ നിന്ന് ആളെ ചാടിക്കാൻ എളുപ്പം. മറ്റ് സ്റ്റേറ്റിലെ പോലെയല്ല. എനിക്ക് തോന്നുന്നു ഈ കോൺഗ്രസിന്റെയും ഒക്കെ ആൾക്കാരെ ചാടിക്കാൻ കുറച്ച് റിസ്ക് ഉള്ള ഒരു പ്രദേശം സൗത്ത് ഇന്ത്യയാണ്. നോർത്തിൽ അത്രയും ഇല്ല. കാരണം നോർത്തിലെ സംബന്ധിച്ച് അധികാരമേ ഇല്ല സ്റ്റേറ്റിലൊന്നും. സെൻട്രലിലും അധികാരമില്ല. പിടിച്ചു നിൽക്കാൻ പാർട്ടിക്കും പാടാണ്, പാർട്ടിയുടെ MLA-മാർക്കും MP-മാർക്കും ഒക്കെ പാടാണ്. ചാടിക്കും. പിന്നെ കുതിരക്കച്ചവടം ഇപ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനകത്ത് ആർക്കും ഇപ്പൊ ഒരു തെറ്റ് പറയാനൊന്നുമില്ല. കാരണം വിജയ് ചെയ്യുമ്പോൾ ഓഹോ കൊള്ളാം നന്നായിട്ടുണ്ടെന്ന് പറയുകയും BJP ചെയ്യുമ്പോൾ കൊള്ളത്തില്ലെന്ന് പറയാനും പറ്റുമോ? ഇല്ല. വിജയ് ചെയ്യുന്ന ആ പണിയല്ല. ഇന്നലെ പരാതി പോയിട്ടുണ്ട് ഗവർണർക്കെതിരെ. ഗവർണർക്ക് ADMK പരാതി കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് പിടിച്ചിട്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ വിജയ് ചെയ്യുമ്പോൾ ഇവിടെ ആർക്കും അനക്കമില്ല. നല്ല കാര്യം, ജനാധിപത്യത്തിന് സൗന്ദര്യം എന്ന് പറയുകയും മറ്റേത് അങ്ങനെ പറയാം. അപ്പൊ ഇത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമാണ്, ജനാധിപത്യത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പൊ അത് മാറി. കുതിരക്കച്ചവടം കാര്യമായിട്ടും ഒക്കെ മാറിക്കഴിച്ചിരിക്കുന്നു. ഇപ്പൊ പഞ്ചാബ് എന്തുകൊണ്ടും BJP സംബന്ധിച്ച് അവർക്ക് അത് പിടിച്ചെടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞില്ല, അത് BJP സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയപരമായ നേട്ടമല്ല. ഈ 117 MLA-മാരെ കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? 10 MP-മാരേ ഉള്ളൂ അവിടെ. 10 MP-മാരെ കിട്ടിയിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഹരിയാനയിൽ അത്രേ ഉള്ളൂ. ഇവരെ സംബന്ധിച്ച് അതിർത്തി സംസ്ഥാനമാണ്. കാരണം ഈ BSF കുറെ പ്രശ്നങ്ങൾ അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബംഗാളിലെ അത്രയും ഇല്ലെങ്കിൽ പോലും ഈ ഇവർക്ക് നിയമങ്ങളെല്ലാം ഒന്നുപോലെ തന്നെയാണെങ്കിലും ഇവരുടെ ഇതിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഈ ഭഗവത് മാൻ സർക്കാർ. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെങ്കിലും അതിർത്തികൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിലും ഈ ഭരണം പോയി BJP ഭരണം തന്നെ വന്നാലേ നടക്കൂ. അത് അവിടുത്തെ ജനത്തിനും ഏറെക്കുറെയൊക്കെ മനസ്സിലാകുന്നുമുണ്ട്. ഇതാണ് പഞ്ചാബിന്റെ ഏറ്റവും ഇത്. ഏതായാലും 2 വാദങ്ങൾ അവിടെ പൊളിഞ്ഞു. ഒന്ന്, ഈ EVM-ൽ നടന്നാൽ മാത്രമേ BJP ജയിക്കൂ എന്നുള്ളത്, അത് പൊളിഞ്ഞു കിട്ടി. ഇതിനു മുമ്പ് നടന്ന പല സംസ്ഥാനങ്ങളിൽ സിവിക് പോൾസ് നടക്കുന്നത് ബാലറ്റ് പേപ്പറിൽ തന്നെയാണ്. അവിടെ എല്ലാം BJP ആണ് ജയിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം, BJPക്ക് ജയിക്കാൻ കഴിയാത്തൊരു മണ്ണാണെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു നഗരസഭ അവർ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതുപോലെ തന്നെയാണ്. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിയുമ്പോൾ നാളെ എന്തെങ്കിലും അത്ഭുതം നടക്കുമെന്ന് വെച്ചാൽ നാളെ അത്ഭുതമൊന്നും നടക്കില്ല. പക്ഷെ അധികം വൈകാതെ അത്ഭുതങ്ങൾ നടക്കും എന്നതുപോലെ തന്നെയാണ് പഞ്ചാബിന്റെ കാര്യത്തിലും പറയാനുള്ളത്. ആ ഒരു കോർപ്പറേഷൻ പിടിച്ചാൽ നാളെ എന്തെങ്കിലും നടക്കുമെന്ന് വെച്ചാൽ നാളെ നടക്കില്ല, പക്ഷെ വൈകാതെ നടക്കും എന്ന് ഉറപ്പുവെച്ച് പറയാൻ കഴിയും.